കണ്ണൂർ എഡിഎമ്മായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാർ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ. കുടുംബത്തിന്റെ ശക്തമായ ആവശ്യത്തെയും നിലവിലെ പോലീസ് അന്വേഷണത്തിലുള്ള അതൃപ്തിയെയും മാനിച്ചാണ് UDF സർക്കാർ ഇത്തരമൊരു സുപ്രധാന തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. 2026 മെയ് 31 പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം സർക്കാർ ഉടൻ തന്നെ ഇതിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കുമെന്നാണ് സൂചന. 2024 ഒക്ടോബർ 14 കണ്ണൂരിലെ ഔദ്യോഗിക വസതിയിൽ എഡിഎം നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഈ ദാരുണമായ മരണം കേവലം ഒരു വ്യക്തിപരമായ നഷ്ടത്തിനുമപ്പുറം വലിയൊരു നിയമ പോരാട്ടങ്ങളിലേക്കും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും വഴി തുറക്കുന്നതിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഒരു ഇന്ധന ഔട്ട്ലെറ്റിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ വെച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ നവീൻ ബാബുവിനെതിരെ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിച്ചതോടെയാണ് പ്രശ്നങ്ങൾ സങ്കീർണമായത്. ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന തരത്തിലുണ്ടായ ഈ നടപടി വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തി. PP ദിവ്യയുടെ ഈ ആരോപണത്തിന് തൊട്ടടുത്ത ദിവസമാണ് നവീൻ ബാബു മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇതോടെ PP ദിവ്യയെയും അന്ന് നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം വലിയ ജനരോഷവും പ്രതിഷേധങ്ങളും ഉയരുകയും ഈ കേസ് PP ദിവ്യയെ ഏക പ്രതിയാക്കി മാറ്റുകയും ചെയ്തതോടെ നീതിക്കായുള്ള നിയമ പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു. ഒരു വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന ഈ നിയമ പോരാട്ടം കേരളത്തിലെ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും മാന്യമായ തൊഴിൽ സാഹചര്യത്തെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്നും സജീവമായി തുടരുന്നത്. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം അനിവാര്യമാണെന്ന കുടുംബത്തിന്റെ ഉറച്ച നിലപാടിന് പിന്നിൽ പോലീസ് അന്വേഷണത്തിൽ സംഭവിച്ച ഗുരുതരമായ വീഴ്ചകളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമാണുള്ളത്. മഞ്ജുഷ നവീൻ ബാബു കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചകളിലും കുടുംബം നിരന്തരം ഉന്നയിക്കുന്ന പ്രധാന വാദം നിലവിലെ പോലീസ് അന്വേഷണം സമഗ്രമല്ലെന്നും ഗൂഢാലോചനയുടെ യഥാർത്ഥ മുഖങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടുവെന്നുമാണ്. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ അവിശ്വസനീയമായ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്നതിലൂടെ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ തന്നെ കുടുംബം ചോദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് പെട്രോൾ പമ്പിന്റെ ലൈസൻസ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് റവന്യൂ രേഖകളിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ അപ്രത്യക്ഷമായത് കേവലം ഒരു അശ്രദ്ധയല്ലെന്നും മറിച്ച് ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇവർ സംശയിക്കുന്നു. കേസിൽ യഥാർത്ഥ ഉടമ ആരെന്നോ പിന്നിലെ സാമ്പത്തിക ഇടപാടുകൾ എന്താണെന്നോ കണ്ടെത്താൻ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ലെന്ന ആക്ഷേപം കുടുംബം ഉന്നയിക്കുമ്പോൾ തന്നെ കേസിൽ ദുരൂഹമായ ഇടപെടലുകൾ നടത്തിയ കണ്ണൂർ മുൻ കളക്ടറെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും ഇവർ ശക്തമായി ഉന്നയിക്കുന്നു. തുടരന്വേഷണത്തിൽ 13 പുതിയ സാക്ഷികളെ ഉൾപ്പെടുത്തിയ നടപടി കൈക്കൊണ്ടെങ്കിലും അന്വേഷണത്തിന്റെ മൊത്തത്തിലുള്ള ഗതിയിലും വിശ്വാസ്യതയിലും കുടുംബത്തിന് ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പക്ഷപാതരഹിതവും ശാസ്ത്രീയവുമായ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തുവരികയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കുടുംബം നീതിക്കായുള്ള തങ്ങളുടെ പോരാട്ടത്തിൽ CBI അന്വേഷണം അല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഈ കേസ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാണ്. UDF പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് PP ദിവ്യയ്ക്കും അന്നത്തെ ഭരണകൂടത്തിനുമെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. PP ദിവ്യ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി നേതാക്കൾ സ്വീകരിച്ച നടപടികളും കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഇപ്പോൾ UDF സർക്കാർ CBI അന്വേഷണത്തിന് വഴി തുറക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. CPM നേതൃത്വം ഈ നീക്കത്തെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് വിശേഷിപ്പിച്ച് എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയും ഹൈക്കോടതിയും നേരത്തെ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്നുവെന്നും അവർ വാദിക്കുന്നു. സതീശൻ സർക്കാരിന്റെ ആദ്യ CBI കേസായി ഇത് മാറുമ്പോൾ അന്വേഷണം ഇനി CBIയുടെ കൈകളിലായിരിക്കും. സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയാൽ CBI ഈ കേസ് ഏറ്റെടുക്കുന്നതിലെ നിലപാട് വളരെ നിർണായകമാകും. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹവും. CBIയുടെ ശാസ്ത്രീയവും സ്വതന്ത്രവുമായ അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരുമെന്നാണ് കുടുംബത്തിന്റെ ഉറച്ച വിശ്വാസം. വരും ദിവസങ്ങളിൽ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഔദ്യോഗികമായി ചർച്ച ചെയ്യുമെന്നും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്.